നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഡിഷ് ചിക്കൻ ഫ്രൈ ആണ്. തനി നാടൻ രുചിയോട് കൂടിയുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബൗളിൽ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ലോട് കൂടിയ കഷ്ണം തന്നെയാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ്റെ ലെഗ് ഇതുപോലെ ഞാൻ വരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ അകത്ത് കയറും. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ തൈര്, 1 മുട്ട, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ പീസ് ഇനി അതിനകത്തോട്ട് ഇടാം. അതിലോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഇതെല്ലാം അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്, 1 ടേബിൾ സ്പൂൺ തൈര്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ മാത്രമേ എല്ലാ സൈഡിലും പിടിക്കത്തുള്ളൂ അരപ്പ്. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ മാവ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇപ്പോൾ ഞാനൊരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ മുട്ടയും കൂടെ ഈ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് എല്ലാ സൈഡിലും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കണം. അരമണിക്കൂർ ഇത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഓക്കെ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിനകത്ത് നിന്ന് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം. പാൻ ചൂടായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഇനി നമുക്ക് ചിക്കൻ പീസെല്ലാം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പുറ വശവും കൂടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരട്ടെ. ഇതുപോലെ തിരിച്ച് മറിച്ചു ഇട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പുറ വശം മൊരിയുമ്പോൾ പിന്നെയും മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിനി ഓരോ പീസായിട്ട് മാറ്റും. അപ്പോൾ ചിക്കൻ്റെ പീസുകളെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ഈ ചിക്കൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. തനി നാടൻ സ്റ്റൈൽ തട്ടുകടയിലൊക്കെ കിട്ടുന്നില്ലേ, അതുപോലെ തനി നാടൻ സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ആണ്. ഇതേപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.